ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വൈകുന്നേരത്തെ ചായയ്ക്ക് നല്ല അടിപൊളി മസാലക്കടല ആയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തൊലിയോട് കൂടിയിട്ടുള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വറുത്തിട്ടൊക്കെ കഴിക്കുന്ന കടലയാണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം. അല്പം നനവോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ കടല മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കടലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. അരക്കപ്പ് മുതൽ 3/4 കപ്പ് വരെ നമുക്ക് കടലമാവ് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഒരു കപ്പ് കടലയ്ക്ക് വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്കിനി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മസാലക്കടല കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം തന്നെ നല്ല ജീരകവും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 തരം ജീരകങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 പിഞ്ചോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കായം ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി കറിവേപ്പില അല്പം ഞരടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ നമ്മുടെ മസാലക്കടലയ്ക്ക് ഉണ്ടാവുന്നതാണ്. നമുക്കിനി ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലക്കടല നമുക്ക് 2-3 രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ പൗഡർ മിക്സ് നമ്മുടെ കടലയിലേക്ക് ചേർത്ത് കൊടുത്താണ് മസാലക്കടല തയ്യാറാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ മിക്സിൽ അല്പം വെള്ളം ചേർത്ത ശേഷം നമ്മൾ കടല അതിലേക്ക് ചേർത്ത് കൊടുത്തും നമുക്ക് മസാലക്കടല ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ഇത്തരത്തിൽ ഡ്രൈ ആയിട്ടുള്ള പൊടികൾ ചേർത്ത് ഉണ്ടാക്കുന്ന മസാലക്കടല നമുക്ക് ഒത്തിരി നാൾ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒത്തിരി എരിവ് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കാം. ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അല്പം മുളക് പൊടി കുറവാണ് ചേർത്ത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മുളക് പൊടി കൂടുതലായിട്ട് ആവശ്യമാണെങ്കിൽ അവസാനം കടലയൊക്കെ വറുത്തതിന് ശേഷം അതിലേക്ക് അല്പം മുളക് പൊടി തൂവിക്കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ആ ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കൈവച്ചൊക്കെ ഞരടി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഈ മിക്സിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത ശേഷം നമുക്കിത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അല്പം നനവുള്ള കടലയിലേക്ക് ഈ പൊടി അല്പമായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് നമ്മുടെ കടലയിലേക്ക് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിത് ഓരോരോ കോട്ടിംഗ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എത്ര കനത്തിൽ വേണമോ അത്രയും പ്രാവശ്യം നമുക്കിതിങ്ങനെ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാവുന്നതാണ് നമുക്ക് പാത്രം. അപ്പോൾ നമ്മുടെ മിക്സ് കടലയിൽ എല്ലായിടത്തേക്കും നല്ല രീതിയിൽ മിക്സായി കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ കടലകൾ തമ്മിൽ കൂടിച്ചേരാതെ ഓരോന്നും വെവ്വേറെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി അല്പം കൂടി പൊടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കടല ഡ്രൈ ആയി ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിയൊന്നും പറ്റിപ്പിടിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്കിതിലേക്ക് അല്പം ഒന്ന് വെള്ളം തൂവിക്കൊടുത്ത ശേഷം വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഒത്തിരി അധികം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അല്പാൽപമായി ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ കടലയിലേക്ക് നന്നായിട്ടൊരു കോട്ടിംഗ് പോലെ വരുന്ന രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്കിതൊരു 3-4 തവണ നമുക്കിത് ആവർത്തിക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മുടെ കടലയ്ക്ക് പുറമേ നല്ലൊരു കോട്ടിംഗ് നമുക്ക് ഉണ്ടായിട്ട് കിട്ടുന്നതാണ്. ഇതുപോലെ വല്ല കടലകളും തമ്മിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ കൈവച്ച് മെല്ലെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി വീണ്ടും നമുക്കിതിലേക്ക് നമ്മുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ മുഴുവൻ നമ്മുടെ പൗഡർ മിക്സും തീരുന്നത് വരെ നമുക്കിതേ രീതി
കടല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് മസാല കടല ചെയ്തെടുക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിലിലും മസാല കടല ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം കടല വറുത്തെടുക്കുവാനായിട്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടലകൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല കടലയ്ക്ക് നല്ലൊരു സ്വാദ് നൽകാനും ഒപ്പം തന്നെ നല്ലൊരു ഡെക്കറേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില വറുത്ത് മാറ്റി വയ്ക്കുന്നത്. നല്ല രീതിയിൽ ക്രിസ്പായിട്ട് കറിവേപ്പില നമുക്ക് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. കറിവേപ്പില നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. കറിവേപ്പില ആവശ്യത്തിന് ക്രിസ്പായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. നമ്മുടെ വറുത്ത കറിവേപ്പിലയൊക്കെ ഒരു പാത്രത്തിൽ ടിഷ്യൂ വെച്ച ശേഷം നമുക്കതിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അതിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മസാല ചേർത്തിട്ടുള്ള കടലകൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കയ്യിലൊക്കെ എണ്ണ തെറിക്കാതെ ശ്രദ്ധിച്ച് വേണം അല്പാൽപമായി ചേർത്ത് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കി രണ്ട് വശവും വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ കടല നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഒന്നിങ്ങനെ ഒരു സ്പൂൺ വെച്ച് യോജിപ്പിച്ച് നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. വറുത്തെടുത്ത് ഉടനെ നമ്മുടെ കടല ക്രിസ്പായിട്ട് ഇരിക്കില്ലെങ്കിലും അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ കടല. നല്ലൊരു ടേസ്റ്റുള്ള കടലയാണ് നമ്മുടെ മസാല കടല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കൽസും ചേർക്കാതെയാണ് നമ്മുടെ കടല ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കളറിന് ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ ചേർത്താണ് കടല ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കടല ഇപ്പോൾ ആവശ്യത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. നന്നായി എണ്ണ വാർത്ത ശേഷം കോരി മാറ്റാവുന്നതാണ്. നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയുടെ കൂടെ മാറ്റി വയ്ക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കടലയുടെ മുകളിലേക്ക് അല്പം മുളക് പൊടി തൂവി കൊടുത്ത ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത്തരത്തിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മസാലക്കടല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ മസാലക്കടല ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ്സ് അറിയിക്കാനും ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്